കാലപ്പഴക്കം കൊണ്ട് ശോചനീയാവസ്ഥയിലായ എറണാകുളം കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിന് ശാമമോക്ഷമാകുന്നു. വൈറ്റില മൊബിലിറ്റി ഹബിന്റെ മാതൃകയിലാണ് നവീകരണം. 12 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് അടുത്ത മാസം തുടക്കമാകും. മഴക്കാലമായാൽ എറണാകുളം കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ നരകതുല്യമാണ്. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും ദുരിത ജീവിതം വാർത്തകളിൽ നിറയുമ്പോഴും പ്രഖ്യാപനങ്ങൾ മാത്രമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. മന്ത്രി പി രാജീവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജനപ്രതിനിധികളുടെ യോഗമാണ് പുതിയ തീരുമാനങ്ങളിലേക്ക് എത്തിയത്. എറണാകുളം കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിന്റെ നിർദ്ദിഷ്ട സ്ഥലം വൈറ്റില മൊബിലിറ്റി ഹബ് സൊസൈറ്റിക്ക് ഉടമസ്ഥാവകാശമില്ലാതെ കൈവശാവകാശത്തോടെ നൽകും. മണ്ണ് പരിശോധന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് 20 ദിവസത്തിനുള്ളിൽ DPR തയ്യാറാക്കും. 29-ന് തിരുവനന്തപുരത്ത് വെച്ച് സ്മാർട്ട് സിറ്റിയും അതുപോലെ KSRTC മൊബിലിറ്റി ഹബ്ബ് ഇവരുടെ ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരും ജനപ്രതിനിധികളും എല്ലാവരും ചേർന്ന് MOU ഒപ്പുവയ്ക്കാമെന്നാണ് കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ ഫെബ്രുവരി ആദ്യ വാരത്തിൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയണമെന്നാണ് കണ്ടിട്ടുള്ളത്. സ്മാർട്ട് സിറ്റിയുടെ പദ്ധതി കൂടി ആയതുകൊണ്ട് സമയബന്ധിതമായി അത് പൂർത്തീകരിക്കുന്നതിനുള്ള ഒരു സംവിധാനവും ഇതോടൊപ്പം തന്നെ ക്രമീകരിക്കുന്നുണ്ട്. KSRTC ബസ്സുകൾക്കും സ്വകാര്യ ബസ്സുകൾക്കും കയറാൻ കഴിയുന്ന മൊബിലിറ്റി ഹബിന്റെ അതേ മാതൃകയിലുള്ള കെട്ടിടം നിർമ്മിക്കുന്നതിനാണ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. സംസ്ഥാന കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല. ന്യൂസ് 18 കൊച്ചി.